ഹലോ, ഒറ്റ യൂസിൽ താരൻ പൂർണ്ണമായിട്ട് മാറുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ? ഇല്ലെങ്കിൽ ലൈവ് റിസൾട്ടോടു കൂടിയാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഇതാണ് ഇപ്പോൾ നിലവിലുള്ള എൻ്റെ ഒരു സ്കാൾപ്പിൻ്റെ അവസ്ഥ. അത്യാവശ്യം നല്ല രീതിയിൽ താരനുണ്ട്. ഇത് ഫ്ലേക്സ് ആയിട്ടില്ലെന്നേ ഉള്ളൂ. നല്ല ഡസ്റ്റ് മാതിരി തലമുടിയുടെ പുറത്തും സ്കാൾപ്പിലും ഒക്കെ ശരിക്കും പറ്റിയിരിപ്പുണ്ട്. ഇത് കാരണം ഞാൻ റെമഡീസ് ഒന്നും യൂസ് ചെയ്യാണ്ടല്ല കേട്ടോ. ഞാൻ പതിവായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്പെഷ്യൽ റെമഡിയാണുള്ളത്. അത് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 2-3 ആഴ്ചയായിട്ട് ഇത് ഉപയോഗിക്കാതിരിക്കുമായിരുന്നു. സാധാരണ താരൻ്റെ മരുന്ന് ഉപയോഗിക്കുന്ന സമയത്ത് നന്നായിട്ട് മുടി കൊഴിച്ചിലുണ്ടാവാറുണ്ട്. അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് കേട്ടോ. പക്ഷേ നമ്മുടെ ഈ ഒരു റെമഡി എന്ന് പറഞ്ഞാൽ നമുക്ക് നന്നായിട്ട് മുടി വളരാനും കൂടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ റെമഡിയാണ്. അപ്പോൾ നമുക്കത് എന്താണെന്ന് നോക്കാവേ. അപ്പോൾ നമുക്ക് വേണ്ടത് ആപ്പിൾ സിഡർ വിനെഗറാണ് കേട്ടോ. ഇന്ന് മാർക്കറ്റിൽ ഇഷ്ടം പോലെ കിട്ടുന്നൊരു സംഭവമാണ് ആപ്പിൾ സിഡർ വിനെഗർ. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ഹോം റെമഡിയെ. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഒന്ന് ഡയല്യൂട്ട് ചെയ്യണം കേട്ടോ. ഏകദേശം 1 ക്യാപ്പ് ആപ്പിൾ സിഡർ വിനെഗറിന് 3 ക്യാപ്പ് വെള്ളം എന്ന കണക്കിലായിരിക്കണം നമുക്ക് ഡയല്യൂട്ട് ചെയ്യാൻ എടുക്കേണ്ടത്. അപ്പോൾ ഈ അളവിന് ഞാൻ വെള്ളവും ബാലൻസ് ഭാഗത്ത് ആപ്പിൾ സിഡർ വിനെഗറുമാണ് ഫില്ല് ചെയ്തിട്ടുള്ളത്. നമുക്ക് നന്നായിട്ട് ഇതൊന്ന് സ്കാൾപ്പിലും മുടിയിലും ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഡാൻഡ്രഫ് മാറാൻ എന്തിനാണ് മുടിയിലൊക്കെ സ്പ്രേ ചെയ്യുന്നത്? സ്കാൾപ്പിൽ ചെയ്താൽ പോരെ എന്ന് ചിന്തിക്കുന്നവരോട് ഈ ആപ്പിൾ സിഡർ വിനെഗറിന് നമ്മുടെ മുടിയുമായിട്ട് ഒരുപാട് കണക്ഷൻ ഉണ്ടെന്ന് തന്നെ പറയട്ടെ. നമ്മുടെ മുടി ഹെയർ ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ആപ്പിൾ സിഡർ വിനെഗർ. അതുപോലെ തന്നെ നമ്മുടെ മുടി നല്ല നല്ല സിൽക്കി സ്മൂത്ത്നെസ് കിട്ടാനായിട്ടും നമുക്ക് ഈ ആപ്പിൾ സിഡർ വിനെഗർ ഉപയോഗിക്കാം. അപ്പം ഞാൻ നന്നായിട്ട് സ്കാൾപ്പിൽ താരനുള്ള ഭാഗത്തും ഇല്ലാത്ത ഭാഗത്തും എന്തിനും നമ്മുടെ ഹോൾ സ്കാൾപ്പ് ഫുള്ള് ഞാനിത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ടേ. ഇനി ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, നമ്മൾ ഒരു തവണ ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മുടെ സ്കാൾപ്പിലുള്ള ഒരു ഡാൻഡ്രഫ് കംപ്ലീറ്റ് ആയിട്ട് പോകുന്നതായിരിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിൻ്റെ ഉപയോഗം നിർത്തരുതെന്നാണ് എനിക്ക് പ്രത്യേകം പറയാനുള്ളത്. കാര്യം കഴിയുമെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 2 തവണയോ അല്ലെ ആഴ്ചയിൽ ഒരിക്കലോ, ഇനിയും പറ്റുമെന്നുണ്ടെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും ചെയ്താൽ മതിയാകും കേട്ടോ. ഇത് തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ ഈ സ്കാൾപ്പിൻ്റെ ഒരു സ്ട്രക്ചർ അനുസരിച്ചാണ് ചിലരിൽ ഈ ഡാൻഡ്രഫ് ഉണ്ടാവാറുള്ളത്. അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എന്തൊക്കെ മരുന്ന് ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ അത് പോകത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിത് ശ്രദ്ധയോടെ ചെയ്യണം, കൃത്യമായിട്ട് ചെയ്യണം കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പോയ താരൻ വീണ്ടും തിരിച്ചു വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ മുടിയിൽ ഇതൊക്കെ ഞാൻ ഫുള്ളൊന്ന് സ്പ്രേ ചെയ്ത് സ്കാൾപ്പിൽ കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കെട്ടി വച്ചേക്കാമേ ഒരു 20 മിനിറ്റ്. ശേഷം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ള മുടിയൊക്കെ ഉണങ്ങി ശേഷമുള്ള സ്കാൾപ്പാണ് ഈ കാണുന്നത് കേട്ടോ. ഞാനാണെങ്കിൽ അതിന് ശേഷം വാഷ് ചെയ്തപ്പം കുറച്ച് ഷാമ്പൂ ഒക്കെ ഇട്ട് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു സ്മെല്ല് മാറാനായിട്ടാണ് കേട്ടോ. അപ്പോൾ നോക്കിക്കേ, ഒരു പൊടി പോലും നമ്മുടെ തലയിലോ തലമുടിയിലോ അവശേഷിക്കില്ല. കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ലൈവ് റിസൾട്ടാണ്, മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളെൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്തും കൊടുത്തേക്കണം കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.